ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനോട് പരാജയപ്പെട്ടത് ഏറെ ക്ഷീണം ചെയ്ത ഒരു കാര്യമാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് അത് വലിയ രൂപത്തിൽ മങ്ങലേൽപ്പിച്ചിരുന്നു. ഇനിയിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത്. അത് ഒരൽപ്പം കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കാര്യമാണ്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന് ഇനിയും സാധ്യതകൾ അവശേഷിക്കുന്നുണ്ട്. എന്നാൽ അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളത് ഒരൽപ്പം സങ്കീർണമായ കാര്യങ്ങളാണ്. നമുക്ക് അതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ അവസ്ഥ ഒന്ന് നോക്കിയാൽ നിലവിൽ പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്താണ് ഉള്ളത്. ആകെ 18 മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു. 6 വിജയം, 3 സമനില, അതുപോലെ തന്നെ 9 തോൽവി എന്നിങ്ങനെ നേടിക്കൊണ്ട് 21 പോയിന്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം, പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 6ാം സ്ഥാനത്ത് എങ്കിലും ഫിനിഷ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. പോയിന്റ് പട്ടികയിൽ 6ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് 34 മുതൽ 36 പോയിന്റുകൾ വരെ സ്വന്തമാക്കേണ്ടതുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി 6 മത്സരങ്ങളാണ് അവശേഷിക്കുന്നത്. ഈ 6 മത്സരങ്ങളിൽ നിന്ന് പ്ലേ ഓഫിന് യോഗ്യത നേടണമെങ്കിൽ ചുരുങ്ങിയത് 5 മത്സരങ്ങളെങ്കിലും വിജയിക്കേണ്ടി വരും എന്നുള്ളതാണ്. എന്നാൽ മാത്രമാണ് ഈ ഒരു കട്ട് ഓഫിനടുത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് എത്താൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും ചുരുങ്ങിയ കട്ട് ഓഫ് എന്നുള്ളത് ഒരു 34 ആയിരിക്കും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് കേരള ബ്ലാസ്റ്റേഴ്സ് 4 വിജയങ്ങളും ഒരു സമനിലയും നിർബന്ധമായും കരസ്ഥമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഉറപ്പിക്കണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 5 വിജയങ്ങൾ ആവശ്യമാണ്. പക്ഷെ അത് ഒരിക്കലും എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം ഈ 6 മത്സരങ്ങളിൽ 3 മത്സരങ്ങൾ എവേ മത്സരങ്ങളാണ്. 3 മത്സരങ്ങൾ ഹോം മൈതാനത്തും വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. മാത്രമല്ല, ഈ എതിരാളികൾ വളരെ കടുത്തവരാണ് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അതായത് ഈ 6 എതിരാളികളിൽ 3 എതിരാളികളും വരുന്നത് ടോപ്പ് 4-ൽ ഉള്ള ടീമുകളാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല എന്നുള്ളത് അവിടെ നിന്നും വ്യക്തമാണ്. ചെന്നൈയിൻ FC ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത എതിരാളികൾ. പിന്നീട് മോഹൻ ബഗാൻ വരുന്നു, FC ഗോവ വരുന്നുണ്ട്, ജംഷഡ്പൂർ വരുന്നുണ്ട്, മുംബൈ സിറ്റി വരുന്നുണ്ട്, ഹൈദരാബാദ് FC വരുന്നുണ്ട്. ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ അവശേഷിക്കുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടണമെങ്കിൽ ഇനിയുള്ള 5 മത്സരങ്ങൾ വിജയിക്കേണ്ടതുണ്ട്. 6 മത്സരങ്ങളിൽ ചുരുങ്ങിയത് 5 വിജയിക്കേണ്ടതുണ്ട്. അത് ഒരിക്കലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള കാര്യമല്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.